ഏ ഇതെന്താ ഹെലികോപ്റ്റർ നിൽക്കുന്നു? ഇത് ഞങ്ങളാ. നിങ്ങൾ ഇവിടെയും എത്തിയോ? ആകെ സ്വസ്ഥതയുള്ള ഇടമായിരുന്നു ആകാശം, അവിടെയും എത്തി നാശങ്ങൾ. ചേട്ടൻ നേരത്തെ പാടിയ പാട്ട് മിക്കവാറും മാറ്റി പാടേണ്ടി വരും. അല്ല, ഈ ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയതാ? അതൊക്കെ പിന്നെ പറയാം. ഞങ്ങളൊന്ന് പറന്നുല്ലസിച്ചിട്ട് വരാം. എങ്ങനുണ്ട് ശിഷ്യ നമ്മുടെ യാത്ര? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ആശാനിതെവിടുന്ന ഹെലികോപ്റ്ററൊക്കെ ഓടിക്കാൻ പഠിച്ചേ? ഇപ്പോഴെങ്കിലും നിനക്കെന്റെ വില മനസ്സിലായല്ലോ. നമ്മൾ എവിടേക്കാ പോകുന്നത്? ഇങ്ങനെ തോന്നിയതുപോലെ പറന്ന തിരിച്ച് പൂവള്ളി വനത്തിലേക്ക് പോവാൻ ആശാന് വഴി അറിയോ? പറഞ്ഞ പോലെ അതു ശരിയാണല്ലോ. എങ്കിൽ തിരിച്ചു വിട്. ശരി. അയ്യോ, വിമാനം! അയ്യോ അയ്യോ, ആശാനെ ആകെ അവലക്ഷണമാണല്ലോ ആശാനെ. ഹലോ, നിങ്ങളേതാ? രണ്ടെണ്ണത്തിനെ കണ്ടിട്ട് ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. ഞങ്ങൾക്ക് പൂവള്ളി വനത്തിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരുമോ ചേട്ടാ? ഓഹോ, ലക്ഷ്യബോധമില്ലാതെയാണോ പറക്കുന്നത്? അതെ, ഒന്ന് സഹായിക്കണേ. ഞാൻ നിങ്ങളുടെ ഹെലികോപ്റ്റർ ഒന്ന് റാഞ്ചാൻ പോവുകയാണ്. പിടിച്ചിരുന്നോളണം കേട്ടോ. റാഞ്ചിയിട്ട് പൂവള്ളി വനത്തിൽ ഇറക്കാനായിരിക്കും. എന്ത് തങ്കപ്പെട്ട സ്വഭാവമുള്ള പക്ഷി. പിടിച്ചിരുന്നു, ചേട്ടൻ റാഞ്ചിക്കോ. കുറുക്കൻ വറുത്തരയ്ക്കാം, പൂച്ച ഫ്രൈയുമാക്കാം, 2-3 നാളത്തേക്ക് ശാപ്പാട് കുശാലാക്കാം. ഇതെന്താ ശിഷ്യ, ഒരു വല്ലാത്ത പാട്ട്. ഇയാള് പൂവള്ളി വനത്തിലേക്കൊന്നുമല്ല പോകുന്നത്. പണി പാളിയോ ചേട്ടാ? കുറെ സമയമായല്ലോ പറക്കുന്നു. പൂവള്ളി വനം എത്താറായില്ലേ? പൂവള്ളി വനമോ? നിങ്ങളിനി പോവാൻ പോകുന്നത് എന്റെ വയറ്റിലേക്കാണ്. നമ്മൾ സ്വപ്നം കണ്ടതായിരുന്നു. ഇവന്മാർക്കിതെങ്ങനെ സാധിച്ചു? മര്യാദയ്ക്ക് സ്വന്തം കാലിൽ നടക്കാൻ പറ്റാത്തവന്മാരാ. സ്വപ്നമോ? അതെങ്ങനെ? നമ്മൾ 3 പേരും ഒരേ സ്വപ്നം കാണുമോ? മണ്ട, ഞാനൊരു അതിശയോക്തി പറഞ്ഞതാ. എന്നാലും അവന്മാരെങ്ങോട്ടായിരിക്കും പോയത്? എന്തായാലും അന്തം വിട്ടൊരു പോക്കാ. ഇനി അവന്മാർ പൂവള്ളി വനത്തിലേക്ക് വരില്ലയാവോ? അത്ര ഭാഗ്യം ചെയ്തവന്മാരല്ല പൂവള്ളി നിവാസികൾ.